ഇന്നിപ്പോൾ കുറച്ച് സംഭവങ്ങൾ പൊടിച്ചു വെക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ദോശപ്പൊടിയാണ്. സാമ്പാർ പരിപ്പ്, ഉഴുന്നുപരിപ്പ്, നമ്മുടെ വറ്റൽമുളക്, വെളുത്തുള്ളി, അത് ഇത്രയും ഒന്ന് ചൂടാക്കി വെച്ചു. പിന്നെ മസാലക്കൂട്ട്, ഇത് രണ്ടും നന്നായിട്ട് ആറിയിട്ട് പൊടിച്ച് വെച്ച് കുറേച്ചേ ഉള്ളൂ കേട്ടോ. അതാ ഫ്രഷായിട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ. ദോശപ്പൊടിയിൽ കുറച്ച് കാൽപ്പൊടി ഉപ്പും കൂടെ ഇട്ട് ആണ് പൊടിച്ച് വെച്ചത്. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇതെന്താണെന്നറിയാമോ? ഇതിനെ ഇവിടെ ദബേലി എന്നാണ് പറയുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് കോർട്ടിൽ നല്ല സ്നാക്സ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സ് ആയിരുന്നു. അപ്പോൾ ഓർഡർ ചെയ്തതാണ്. ദബേലി എന്ന് പറഞ്ഞാൽ നടുക്ക് നമ്മുടെ വൈറ്റ് പീസിൻ്റെ ഒരു ഗ്രേവി, വൈറ്റ് പീസ് വേവിച്ചുടച്ചിട്ട് അത് സ്റ്റഫ് ചെയ്തതും പുറത്ത് മല്ലിയിലയും സേവും ഒക്കെ വെച്ച് ബണ്ണാണ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് നല്ല സോഫ്റ്റാണ്, ജ്യൂസിയാണ്. ഇത് റാഗ്ഡ പാറ്റീസ് എന്ന് പറയും. ഇതുപോലെ തന്നെ യെല്ലോ പീസാണ്, അത് ഇങ്ങനെ ഒരു എന്താ പറയുക ചാട്ട് പോലെ, അതും നല്ല ടേസ്റ്റാണ്. ഇത് നമ്മുടെ കച്ചോരി, അത് നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് പൂരി പോലെ ഇങ്ങനെ പൊള്ളിയിരിക്കുമെങ്കിലും അകത്തോട്ട് സ്റ്റഫിങ് ചെറുതായിട്ടുണ്ട്. അതിൻ്റെ കൂടെയുള്ള ഗ്രീൻ ചട്നിയും ഇമിലിയും സോസ് പോലത്തെ ഒരു ചട്നിയും കൂടെ, രണ്ട് ചട്നിയുണ്ട്. ഇതാണ് നമ്മുടെ കച്ചോരിയുടെ സ്റ്റഫിങ്. ഉഴുന്നുപരിപ്പ, അത് വേവിച്ച് എന്തൊക്കെയോ പൊടിയൊക്കെ ചേർത്ത് സെറ്റപ്പ് ആ സംഭവം. അങ്കൂനിപ്പോൾ ടേം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞല്ലോ. അപ്പോൾ 12:30 ആകുമ്പോൾ അവൻ എത്തും. എന്നിട്ട് പിന്നെ കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ കുറച്ച് ഉറങ്ങാൻ പറയും. അതിനുശേഷം പിന്നെ ട്യൂഷന് പോകുന്നതും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. അപ്പോൾ നല്ലതായിട്ട് ഉറങ്ങും അവൻ. ഇത് നമ്മുടെ ഓണത്തിന് മുന്നേ ഉള്ളൊരു മഴയായിരുന്നു ഇവിടെ. ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെ ശരിക്കും ഫ്ലഡായിരുന്നു. നമ്മുടെ ഈ ഏരിയയിലൊന്നും ഇല്ലായിരുന്നു, പുറത്തോട്ടൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഗുഡ്ഗാവ്, ഡൽഹി ആ ഏരിയയൊക്കെ വെള്ളത്തിലായ ഒരു ഫ്ലഡായിരുന്നു കേട്ടോ. അങ്കു സ്കൂളിൽ പോകുന്ന സമയം, അവൻ്റെ ബസ്സാണത്. പിള്ളേരൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് വളരെ ബുദ്ധിമുട്ടിയായി പോയി. കാരണം ഇവിടെ ഇങ്ങനെ ഒരു ക്ലൈമറ്റ് വളരെ കുറവാണ്. നമ്മുടെ നാട്ടിൽ ഇത് എല്ലാ വർഷവും ഉള്ള കാഴ്ചയല്ലേ. എനിക്കൊന്ന് ഈ വർഷമാണ് ഇവിടെ ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ ഇത്രയും നാൾക്ക് ശേഷം, ഓൾമോസ്റ്റ് 17 വർഷമായിട്ട് ഇത്രയും മഴ കാണുന്ന കേട്ടോ. സ്കൂളൊക്കെ അവധി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓണത്തിന് പക്ഷെ നല്ല ക്ലൈമറ്റായി. അത് ഞാൻ നമ്മുടെ ഓണത്തിൻ്റെ വ്ലോഗിൽ കാണിച്ചിരുന്നില്ലേ. ഇപ്പോഴും അതുപോലത്തെ നല്ല അടിപൊളി ക്ലൈമറ്റ് തന്നെയാണ്. ഇനി ഇവിടെ നവരാത്രിയും അതുപോലെ തന്നെ നമ്മുടെ ദീപാവലിയൊക്കെ വരാൻ പോവല്ലേ. അതിൻ്റെ ഒരു ഉത്സവം കാര്യങ്ങളൊക്കെ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നു കേട്ടോ, ചൂടോടെ കൂടി രാജ്മ മസാല. നമ്മുടെ തൊട്ട് മുകളിലാണ് താമസിക്കുന്നത്. അവർ ബേസിക്കലി ഡൽഹിക്കാരാണ്. അപ്പോൾ ശരിക്കും ഒരു ഓത്തൻറ്റിക് നോർത്ത് ഇന്ത്യൻ രാജ്മ ഉണ്ടാക്കിയതാണ്. നല്ല ചൂടുണ്ടേ. ഇന്ന് ഞാൻ ഒരു അടിപൊളി വാനില കസ്റ്റേർഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി കാണിക്കാം കേട്ടോ. ബേക്ക്ഡ് ബ്രെഡ് വാനില കസ്റ്റേർഡ് പുഡിങ്. അതിനായിട്ട് ഞാൻ നമ്മുടെ കസ്റ്റേർഡ് പൗഡർ ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡിൻ്റെ എടുക്കുക. ഞാൻ 2 ടേബിൾ സ്പൂൺ നല്ല തണുത്ത പാലാട്ടോ, അതായത് കാച്ചിട്ട് റൂം ടെമ്പറേച്ചറിലായ പാലിലോട്ട് നന്നായിട്ട് കലക്കി കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുകയാണ്. കട്ടയൊന്നും കാണരുത്. ഇത് നമുക്കിനി തിളപ്പിച്ചെടുക്കാം. ചൂടോടുകൂടി കസ്റ്റേർഡ് ഇട്ട് കഴിഞ്ഞാൽ അത് കട്ട കെട്ടിപ്പോകും. അതുകൊണ്ട് തണുത്ത പാല് ചേർത്തതിന് ശേഷമേ നമ്മൾ തിളപ്പിക്കാവൂ. 1/2 ലിറ്റർ പാലാട്ടോ. അപ്പോൾ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് കുറുക്കിയൊന്നും എടുക്കുന്നില്ല. അപ്പം നമ്മുടെ വെന്ത് വന്ന, അതായത് കസ്റ്റേർഡിൻ്റെ ആ ചവയൊക്കെ മാറി വന്ന അതിലേക്ക് ഞാൻ 3 പീസ് ബ്രെഡാണ് പൊടിച്ചിട്ട് കൊടുക്കുന്നത്. ബ്രൗൺ ബ്രെഡോ വൈറ്റ് ബ്രെഡോ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ബ്രൗൺ ബ്രെഡ് ആയതുകൊണ്ട് ഞാനത് ഇട്ട് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തതൊന്ന് കുതിരട്ടെ, ചൂടോടുകൂടി തന്നെ കേട്ടോ. അപ്പോൾ അതവിടെ കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് കുതിർന്ന് വരും നമ്മുടെ ബ്രെഡ്. ഇത് അപാര ടേസ്റ്റുള്ള പുഡിങ്ങാണ് കേട്ടോ. ഒത്തിരി ഇഷ്ടപ്പെടും പിള്ളേർക്കും, നമുക്കൊക്കെ ഇഷ്ടപ്പെടും. ഇനി ഞാൻ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് പുഡിങ് ഉണ്ടാക്കാൻ വെക്കുന്ന ആ ഒരു ഞാനിപ്പോൾ ഗ്ലാസ് ബൗളിലാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് സെറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബ്രെഡ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് ആറി കുറുകി വന്നു, അതൊന്ന് അടിച്ചെടുക്കുക. അതിലേക്ക് ഒരു മുട്ട, അത് മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. ആ മുട്ടയുടെ ആ ഒരു സ്മെല്ല് മാറാൻ വേണ്ടി വാനില എസൻസും ചേർത്ത് കൊടുത്ത് അടിച്ചെടുത്തു. ഞാൻ നമ്മുടെ അവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അടിച്ചു വെച്ച് നമ്മുടെ പുഡിങ്ങിൻ്റെ കൂട്ട് മിക്സിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ പാത്രത്തിലോട്ട് ആ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ പഞ്ചസാര, കാരമലൈസ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ബ്രെഡിൻ്റെ ലംസ് ഒക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അരിച്ചൊന്നും കൊടുക്കണ്ട. അങ്ങനെ തന്നെ നല്ലൊരു ടേസ്റ്റ് തരും കേട്ടോ. അത് നമുക്ക് വെച്ച് കൊടുക്കാം മൈക്രോവേവിൽ. ഞാൻ 30 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. പ്രീഹീറ്റ് ചെയ്ത് 10 മിനിറ്റ് 150 ഡിഗ്രിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും സെറ്റായിട്ട് വേണം കഴിക്കുന്നത്. അത് മുറിച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ച് കോരിയോ കുഞ്ഞു കുഞ്ഞു ബൗൾസിൽ വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ആക്കി വെക്കാം കേട്ടോ. നമ്മുടെ പാർട്ടിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടാൽ കറക്റ്റായിട്ട് ആ പുഡിങ്ങിൻ്റെ ടെക്സ്ചർ തന്നെ വരും. താഴെ നമ്മുടെ കാരമലൈസ്ഡ് ഷുഗറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. മുട്ട ചേർത്തെന്ന് പറഞ്ഞ പ്രശ്നമൊന്നും വരത്തില്ല. മുട്ട മസ്റ്റായിട്ട് ചേർക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒത്തിരി കസ്റ്റർഡ് കുറുക്കിയിട്ടൊക്കെ ചേർക്കേണ്ടി വരും. പക്ഷെ മുട്ട ചേർത്ത് കഴിഞ്ഞാൽ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും വരത്തില്ല. കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ
പിന്നെ ബ്രെഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടിയാണ് ഞാൻ മുട്ട ചേർക്കണം എന്ന് പറയുന്നത്. നമ്മുടെ അടിപൊളി ബ്രെഡ് ചേർത്ത കാരമൽ കസ്റ്റേർഡ് പുഡിംഗ് ആണ്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം കഴിക്കാം. നമ്മുടെ അങ്കു സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇന്ന് അവനൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കേട്ടോ. നമ്മുടെ അപ്പുറത്തെ ബിൽഡിങ്ങിലാണ്. ഇപ്പോഴല്ല 7:30. അപ്പം അവനിവിടെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാഡ്ജാട്ടോ. ഈ വർഷത്തെ സ്കൂളിലെ അംബാസിഡർ അവൻ. ഈ ബാഡ്ജ് എന്നും കുത്തിക്കൊണ്ട് പോകണം. ഇത് കളഞ്ഞ 250 രൂപ ഫൈനും കൊടുക്കണം കേട്ടോ. അങ്ങനെ സമയം 6:30 കഴിഞ്ഞു. രാഖി ഓഫീസിൽ നിന്ന് എത്തി. ഞാൻ വിളക്കും കാര്യങ്ങളൊക്കെ കത്തിച്ചു. അങ്കുദേ പാർട്ടിക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ പോകുന്നു. ഇത് നമുക്ക് വന്ന കൊറിയറാണ്. ചിപ്സും ശർക്കര വരട്ടിയും. വേറെ ആരുമല്ല, നമ്മുടെ ഹർഷ കൊറിയർ ചെയ്താട്ടോ ഓണത്തിന് സ്പെഷ്യലായിട്ട്. സംഭവം കുറേ ഉണ്ട്. രാഖി അപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി വന്നു. അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ ഞാൻ ലിസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. ഉഴുന്ന് തീർന്നായിരുന്നു, തൈര്, സവാള, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ സോപ്പ് പൗഡർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പായ, കുഞ്ഞുണ്ട് പപ്പായ, പിന്നെ പഴം. ഇതൊക്കെ നമുക്ക് ഡെയിലി വേണ്ടതാണല്ലോ. അതുകൂടെ അങ്കൂന് കുറച്ച് സ്നാക്സ് ആട്ടോ, കേക്ക്സും കാര്യങ്ങളൊക്കെ. കാരണം രാവിലെ അവന് പാലിൻ്റെ കൂടെ ഒരെണ്ണമെങ്കിലും കഴിച്ചുകൊണ്ട് പോകാം. പിന്നെന്താ നമ്മുടെ ഡേറ്റ്സ് ആട്ടോ, ഇവിടുത്തെ രാജസ്ഥാനി ഡേറ്റ്സാ. ഇതാണ് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന പോലെ ബെറ്റർ ആയിട്ടുള്ള ഡേറ്റ്സ്. അതിൻ്റെ 2 പെട്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡയറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവല്ലേ, ഹെൽത്തി. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഉപയോഗിക്കാൻ രാഖിക്ക് ഷേക്സ്, സ്മൂത്തിയൊക്കെ അടിക്കുമ്പോൾ അതും എന്തായാലും എടുക്കാമല്ലോ. ഇത് പിന്നെ എന്തോ സൈസിലെ കേക്കും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. അങ്കു അപ്പോഴത്തേക്ക് റെഡിയായി വന്നു. ഇതാണ് അവൻ്റെ കോസ്റ്റ്യൂം അല്ലെങ്കിൽ അട്ടയർ എന്ന് പറയുന്നത്. ഗിഫ്റ്റായിട്ട് ഞാനൊരു ബാഗാട്ടോ വാങ്ങിച്ചു കൊടുത്തത്. ഒരു ബോയുടെ ബർത്ത്ഡേ. അപ്പോൾ ബ്ലൂ കളർ ആണല്ലോ ബോയ്സിൻ്റെ കളർ എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ബ്ലൂ കളറിലെ ബാഗ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇതാണ് ഗിഫ്റ്റ്. പൂഞ്ഞിട്ട് റാപ്പ് ചെയ്തിട്ടൊന്നുമില്ല, ഇങ്ങനെ ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ അവൻ്റെ റെഡിയായി പോകാൻ റെഡിയായിട്ട് നിൽക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ രാഖിക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും രാഖിയുടെ ഫോണിൽ എടുക്കണമെന്ന് പറഞ്ഞിട്ട് രാഖി ഫോട്ടോഗ്രാഫറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവൻ്റെ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പോസുകളൊക്കെ കിട്ടുമല്ലോ, അത് രാഖിക്ക് നന്നായിട്ട് എടുക്കാറ്. എനിക്ക് ഫോട്ടോ അത്ര നന്നായിട്ട് എടുക്കാൻ അറിയത്തില്ല. വീഡിയോ ഇങ്ങനെയൊക്കെ എടുക്കുമെങ്കിലും ഫോട്ടോ രാഖിയാണ് നന്നായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ വേറൊരു ബർത്ത്ഡേയും വരുന്നുണ്ട്. അതൊരു ഗേളിൻ്റെയാണ്, അവൻ്റെ ഫ്രണ്ട് തന്നെയാണ്. നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ താമസിക്കുക. അവൻ്റെ ഏജ് അല്ലെങ്കിലും ചെറിയ കുട്ടി, അവൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ അവൾക്ക് വാങ്ങിയതൊരു പിങ്ക് ടെഡി ബെയർ. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ വ്ളോഗിലും കാണിച്ചില്ലേ, നമ്മുടെ അപ്പുറത്തെ ദീദി തുണികളുടെ സെറ്റുകൾ ഇങ്ങനെ ഉണക്കിക്കൊണ്ടിരിക്കുന്നു. നിലത്ത് പായോ എന്തൊക്കെയോ വിരിച്ചിട്ടാണ്. തണുപ്പിൻ്റെ ഡ്രസ്സുകളാട്ടോ. അപ്പോൾ ആകാശത്ത് നല്ല ഭംഗിയുള്ള മേഘവും. ഞാൻ പറഞ്ഞല്ലോ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു സന്തോഷം ഇങ്ങനെ കാണുന്നത് തന്നെ. മഴയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അതേ നമ്മുടെ പൂക്കളുടെ, നമ്മുടെ ഈ ജനലിൽ കൂടെ നോക്കുന്ന കിളിക്കൂടിൻ്റെ ആ പൂക്കളില്ലേ, അവിടെയുള്ള ബട്ടർഫ്ലൈസാ 2 എണ്ണം. കുറേ ബട്ടർഫ്ലൈസ് വന്നിരിക്കാറുണ്ട് ഇങ്ങനെ കേട്ടോ, പല കളറിൽ. അപ്പോൾ അതേ നമ്മുടെ കിളിക്കൂടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് നേരം നോക്കിയിരിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ ഡിയേഴ്സ്, ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.